കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട തെറാപ്പി ഏതാണെന്ന് ചോദിച്ചാൽ എല്ലാ അമ്മമാരും ഒരേ സ്വരത്തിൽ പറയും ഒക്യുപേഷണൽ തെറാപ്പി. ഇവിടെ നമ്മൾ മനസ്സിലാക്കുക, അല്ലെങ്കിൽ അതുകൊണ്ട് തന്നെ ഒക്യുപേഷണൽ തെറാപ്പിയെ കുറിച്ച് അമ്മമാർക്കും പല തെറ്റിദ്ധാരണകളുണ്ട്. ഇത് ഒരു കളിയാണോ, അതോ ഒക്യുപേഷണൽ തെറാപ്പിക്ക് പകരം കുട്ടിയെ പാർക്കിൽ കൊണ്ടുപോയാൽ മതിയോ, ഇങ്ങനെ പലതും. ശരിയല്ലേ? പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒക്യുപേഷണൽ തെറാപ്പിയിൽ പ്ലേ ഒരു ടൂൾ മാത്രമാണ്, ഗോൾ അല്ല. ഓരോ ആക്ടിവിറ്റിയും ഒരു ഒക്യുപേഷണൽ തെറാപ്പിസ്റ്റ് ഡിസൈൻ ചെയ്യുമ്പോൾ അതിന്റെ പിന്നിൽ ഒരു ശാസ്ത്രമുണ്ട്. അത് നിങ്ങളുടെ കുഞ്ഞിന്റെ നീഡും അതോടൊപ്പം തന്നെ ചാലഞ്ചും മനസ്സിലാക്കിയായിരിക്കും. ഉദാഹരണത്തിന്, കുഞ്ഞിനെ ഊഞ്ഞാലാടിക്കുമ്പോൾ അത് എത്ര സമയം വേണം, എങ്ങനെ കൊടുക്കണം, ഏത് തരം ഊഞ്ഞാലാണ്, ഇതെല്ലാം തീരുമാനിക്കുന്നത് കുട്ടിയുടെ വെസ്റ്റിബുലർ സെൻസറി സിസ്റ്റത്തിനും മറ്റു സെൻസറി റെഗുലേഷൻസിനും അനുസൃതമായിരിക്കും. അതോടൊപ്പം തന്നെ കുട്ടി ടണലിൽ ക്രോൾ ചെയ്യുമ്പോൾ ആകട്ടെ അതിൽ ബോഡി അവയർനെസ്, മോട്ടോ പ്ലാനിങ് ഇതെല്ലാം എങ്ങനെയാണെന്ന് മനസ്സിലാക്കിയായിരിക്കും. ഒരു കുഞ്ഞിനെ നമ്മൾ കപ്പ് സ്റ്റാക്കിംഗ് നൽകുമ്പോൾ അത് വെറുതെ കപ്പുകൾ കൊണ്ട് കളിക്കാൻ ചെയ്യിപ്പിക്കുന്നതല്ല. അവിടെ കുട്ടിയുടെ ഹാൻഡ് സ്ട്രെങ്ത്തും കോർഡിനേഷനുമാണ് ഇംപ്രൂവ് ആകുന്നത്. ഇങ്ങനെ ഓരോ ആക്ടിവിറ്റിയും പ്ലേ ബേസ്ഡ് ആയും ഫണ്ടിലൂടെയും തെറാപ്പിസ്റ്റ് നൽകുന്നതിലൂടെ നിങ്ങളുടെ കുഞ്ഞ് ഗെയിൻ ചെയ്യുന്നത് സെൽഫ് അവയർനെസ്, സെൽഫ് ഹെൽപ്പ് സ്കിൽസ്, മോട്ടോ പ്ലാനിങ്, കോർഡിനേഷൻ ആൻഡ് ഇൻഡിപെൻഡൻസ് ഇവയെല്ലാമാണ്. അതുകൊണ്ട് ഒക്യുപേഷണൽ തെറാപ്പി ഒരിക്കലും ഒരു കളിയാണെന്ന് കരുതി നിങ്ങൾക്ക് സ്വയം പാർക്കിൽ കൊടുത്താൽ മതിയെന്ന് കരുതരുത്. തീർച്ചയായും ഒരു ഒക്യുപേഷണൽ തെറാപ്പിസ്റ്റിന്റെ നേതൃത്വത്തിൽ നൽകിയാൽ മാത്രമേ നിങ്ങൾ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ കുഞ്ഞിന് വേണ്ട ബെനിഫിറ്റ് അവിടെ കിട്ടുകയുള്ളൂ.